മിഡിൽ ഈസ്റ്റിൽ ഒരു എണ്ണ കമ്പനി ഉടമസ്ഥന് 3 ആൺമക്കളുണ്ടായിരുന്നു. മൂന്നാമൻ ജനിക്കുമ്പോൾ തന്നെ ശാരീരിക വൈകല്യമുള്ളവനായിട്ടായിരുന്നു ജനിച്ചത്. അവൻ്റെ എല്ലുകൾ വളഞ്ഞതും ദുർബലവുമായിരുന്നു. മൂവരും വളർന്നപ്പോൾ അവരവരുടെ ആഗ്രഹം പിതാവിനോട് അറിയിച്ചു. ഒന്നാമന് അമേരിക്കയിൽ പഠിച്ച് ഡോക്ടറാവണം, രണ്ടാമന് എഞ്ചിനീയർ ആവണം. മൂന്നാമൻ്റെ ആഗ്രഹം തൻ്റെ പ്രതിമ ഉണ്ടാക്കണം എന്നതായിരുന്നു. പിതാവ് ചോദിച്ചു, ഈ വൈകല്യമുള്ള രൂപത്തിൻ്റെ പ്രതിമ എന്തിനാണ്? അവൻ പറഞ്ഞു, എൻ്റെ വൈകല്യമുള്ള രൂപത്തിൻ്റെ പ്രതിമയല്ല. വൈകല്യമില്ലായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കുമായിരുന്നുവോ അങ്ങനെയുള്ള പ്രതിമയാണ് ആവശ്യം. ഒന്നാമൻ ഡോക്ടറും രണ്ടാമൻ എഞ്ചിനീയറുമായി. മൂന്നാമനാവട്ടെ ശാരീരിക വൈകല്യമില്ലാത്ത തൻ്റെ പ്രതിമയുടെ അരികിൽ ചെന്നിട്ട് ഓരോ ദിവസവും തൻ്റെ വളഞ്ഞ എല്ലുകളെ വളവില്ലാത്ത പ്രതിമയുടേതുപോലെ ആക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി ചില വർഷങ്ങൾ കൊണ്ട് അവൻ്റെ ശാരീരിക വൈകല്യം മിക്കവാറും മാറ്റിയെടുക്കുവാൻ സാധിച്ചു. ശാരീരിക വൈകല്യമില്ല എങ്കിലും നാം പലപ്പോഴും ആന്തരികമായി പലവിധ വൈകല്യമുള്ളവരല്ലേ? ഒരു വ്യക്തിയുടെ ആളത്വം അയാളുടെ ശാരീരിക രൂപമല്ലല്ലോ, പിന്നെയോ ആ വ്യക്തിയുടെ ആന്തരിക രൂപമല്ലേ? ആന്തരിക വൈകല്യം കാരണമാണ് പലരെക്കുറിച്ചും ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. മനുഷ്യത്വമില്ലാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. സ്നേഹവും ദയയും വിശ്വസ്തതയും ദീർഘക്ഷമയും ആത്മനിയന്ത്രണവും താഴ്മയുമാണ് യഥാർത്ഥ മനുഷ്യൻ്റെ ഭാവങ്ങൾ. ഇവയെല്ലാം തികഞ്ഞ ഒരു ആളത്വം നാം കാണുന്നത് യേശുക്രിസ്തുവിലാണ്. ആകയാൽ യേശുവിൻ്റെ സ്വഭാവം പോലെയുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായി തീരുക എന്നതാണ് ജീവിതത്തിൽ പ്രധാനം. അതിന് തികഞ്ഞ പരിശ്രമവും ആത്മനിയന്ത്രണവും അനിവാര്യമാണ്. യേശുവിനെ നോക്കി യേശുവിനെ പോലെ ആയിത്തീരുവാൻ നമുക്ക് സമർപ്പിക്കാം. യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്.